ഹലോ ഗൈസ്, അപ്പോൾ നമുക്കൊന്ന് കോഴിക്കോട് വരെ പോയിട്ട് വന്നാലോ? ഞങ്ങൾ നൈറ്റായിരുന്നു കേട്ടോ പോകാൻ ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. 8:30 ഞങ്ങൾക്ക് ഞങ്ങൾ ബസ് ബുക്ക് ചെയ്തിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അതാ കഴിക്കാനായിട്ട് കടയിലോട്ട് കയറി. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് ആ ബസ് സ്റ്റാൻഡിലോട്ട് നടന്നു പോകാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്കല്ല, ഞാനും അവളും അക്കായും അണ്ണനും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അവരും വീട്ടിൽ നിന്ന് ഇറങ്ങി, ഞങ്ങളും വീട്ടിൽ നിന്ന് ഇറങ്ങി ഫുഡും കഴിച്ചിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ചന്തയ്ക്കകത്തൂടെ, ഞങ്ങളുടെ പത്തനാപുരം ചന്തയ്ക്കകത്തൂടെ കയറി നമുക്ക് സ്റ്റാൻഡിലോട്ട് ഇറങ്ങാൻ എളുപ്പമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചന്തയ്ക്കകത്തൂടെ പോയിക്കൊണ്ടിരിക്കുക. ഇതാണ് കേട്ടോ ഞങ്ങളുടെ പത്തനാപുരം ചന്ത. അങ്ങനെ ഉണ്ട്. അവൾ താണ്ട് ആദ്യമേ നടന്നങ്ങ് പോയിക്കൊണ്ടിരിക്കുക. ഞാൻ പതിയെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ പോവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ സ്റ്റാൻഡ് എത്തി കേട്ടോ. സ്റ്റാൻഡ് എത്തിയപ്പോൾ നോക്കിയപ്പോൾ ആ ബസ്സെല്ലാം എന്താ ഒതുക്കിയിട്ടേക്കുന്നു. അപ്പോൾ ഒരു ഡൗട്ട് അടിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ. ഇനി ബസ് ഇതിൻ്റെ അകത്തോട്ട് സ്റ്റാൻഡിലോട്ട് കയറുമോ അതോ താഴെ നിൽക്കത്തുള്ളൂ എന്നുള്ളൊരു ഡൗട്ട് അടിച്ച് നിന്നപ്പം എന്തായാലും അവർ വന്നിട്ട് അവരോടും കൂടി തീരുമാനിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ച് നടന്നു പോയപ്പോൾ അതാ 2 വള്ളികളും വന്നു കേട്ടോ. അക്കായ അണ്ണൻ എന്താ വരുന്നത് കേട്ടോ. അവളെ അണ്ണനെ അവിടെ നിർത്തിയിട്ട് ഞാനും അക്കായും കൂടി അവിടെ വെള്ളം മേടിക്കാൻ പോയേക്കുമായിരുന്നു കേട്ടോ. അപ്പത്തേനും നോക്കിയപ്പോഴത്തേനും അവർ രണ്ടാളും കൂടി ബസ് നോക്കി താഴോട്ട് പോയി. അപ്പോൾ ഇവിടെ ഇനി ബസ് വരുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായത്. അപ്പോൾ ഞങ്ങൾ താഴെ പോയി നിൽക്കാമെന്ന് തീരുമാനിച്ചു കേട്ടോ. ഞങ്ങൾ വരുന്ന സമയം കൊണ്ട് അവർ രണ്ടുപേരും പതിയത് അങ്ങോട്ട് നടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങളെന്താ വെള്ളം മേടിച്ചിട്ട് അവരുടെ പുറകെ പോവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളത് താഴോട്ട് നടന്നുകൊണ്ട് ഇരിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ താഴെ എത്തി. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കുമായിരുന്നു. 8:30 ഞങ്ങൾ ബസ് ബുക്ക് ചെയ്തതെങ്കിലും കുറച്ച് താമസിക്കുമെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 8:45 കേട്ടോ ബസ് വന്നപ്പോഴത്തേന്. അങ്ങനെ ആ വരുന്ന ബസ്സാണ് കേട്ടോ നമ്മൾ പോകുന്ന ബസ്. അത് സ്റ്റാൻഡിലോട്ട് കയറാനാണ് കേട്ടോ ഇരുന്നത്. സ്റ്റാൻഡിൽ കയറുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിളിച്ച് ഇവിടെ നിൽപ്പുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേന് പിന്നെ സ്റ്റാൻഡിൽ വേറെ ആരും ഇല്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഒരു സ്റ്റാൻഡിലോട്ട് കയറാൻ നിന്നില്ല. നേരെ പിന്നെ ഇതാ ഇങ്ങോട്ട് തന്നെ വന്നു. അങ്ങനെ ഞങ്ങളിതാ ബസ്സിലൊക്കെ കയറി കേട്ടോ. ബസ്സിലൊക്കെ കയറി അവരോടെ സീറ്റിലൊക്കെ ഇരുന്ന് പിന്നെ തന്നെ ഞങ്ങൾ ബസ്സിൽ കയറിയപ്പോൾ തൊട്ട് ഭയങ്കര ചളിയടിയായിരുന്നു കേട്ടോ. ഭയങ്കര ബഹളമായിരുന്നു. ഞങ്ങൾ ബസ്സിൽ കയറി അതിൻ്റെ അകത്ത് അലപ്പായിരുന്നു ഫുൾ മൊത്തം. അങ്ങനെ ഞാനും അക്കായും അണ്ണനും കൂടി എന്തൊക്കെയോ കാര്യമൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറേ നേരം സംസാരിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അവൾ പിന്നെ അവിടെ ഫോൺ കൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. ഞങ്ങളങ്ങനെ ഇത് സ്ഥലം കായംകുളമാണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ബസ് ഇവിടെ നിർത്തിയേക്കുവാണ് കേട്ടോ. ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നതുകൊണ്ട് ഞങ്ങൾ കഴിക്കാനൊന്നും കയറിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ 4 പേരും പിന്നെ അവിടെ സംസാരിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു കേട്ടോ. എന്താ നാളത്തെ പ്ലാനുകൾ, അവിടെ പോയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പത്തേനും താണ്ട ബസ് എടുത്തു. പിന്നെ ഞങ്ങൾ ബസ്സിൽ കയറി. അങ്ങനെ ഞങ്ങൾ കണ്ട് 5:15 കോഴിക്കോട് സ്റ്റാൻഡ് എത്തി കേട്ടോ. 4:45 എത്തുമെന്നാണ് ടൈം കാണിച്ചത്. പക്ഷെ നമ്മൾ എത്തിയപ്പോഴത്തേന് 5:15 കേട്ടോ. അങ്ങനെ ഞങ്ങൾ കണ്ട് രാത്രി 2:30 ഞങ്ങൾ കിടന്ന് ഉറങ്ങും എഴുന്നേക്കും, കിടന്നിച്ചിരി ഉറങ്ങും എഴുന്നേക്കും, അങ്ങനെയായിരുന്നു കേട്ടോ. ഞങ്ങൾ എന്നിട്ടാണ്ട് ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കൺഫേം അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ റൂമിൻ്റെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമ്മൾ കാണുന്ന റൂമുകളൊക്കെ ഒന്ന് അന്വേഷിക്കുന്നുമുണ്ട് കേട്ടോ. കാരണം അതൊരു കൺഫേം അല്ലായിരുന്നു. അതുകൊണ്ട് പോകുന്ന വഴിക്ക് കാണുന്ന റൂമുകളും കയറി അന്വേഷിക്കുന്നുണ്ടായിരുന്നു. വെക്കേഷൻ ടൈം ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ഈ റൂമിൽ ഞങ്ങൾ ചോദിച്ചു, പക്ഷേ അവിടെ ആളായിരുന്നു, അവിടെ കിട്ടിയില്ല. വെക്കേഷൻ ടൈം ആയിരുന്നു പോയിരുന്നത്, ക്രിസ്മസിൻ്റെ. അപ്പം അതുകൊണ്ട് തന്നെ നല്ല ആളായിരുന്നു, ഫുൾ ബുക്കിംഗ് ആയിരുന്നു എല്ലായിടും. അടുത്തടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷേ അവിടെ ഞങ്ങൾ കിട്ടിയില്ല. ഇപ്പോൾ കാണുന്നിടത്ത് ചോദിക്കുന്നത് അവിടെ ഞങ്ങൾക്ക് കിട്ടിയില്ല. പിന്നെ ഇവിടെ ആയിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത്. അവിടെ ബുക്ക് വിളിച്ച് അവർ എഴുതി വെക്കുകയൊക്കെ ചെയ്തതായിരുന്നു. പക്ഷേ അവിടെ പോയപ്പോഴത്തേനും അവിടെ ആകെ ഒരു റൂമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ വിളിച്ച സമയത്ത്. അപ്പോൾ അത് ഓക്കെ എന്നൊക്കെ പറഞ്ഞ് കൺഫേം ആക്കി വെച്ചിട്ട് നമ്മൾ പോയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേറെ ഒരിടത്തും വിളിച്ച് അന്വേഷിച്ചതില്ലായിരുന്നു. അണ്ണ എന്നിട്ട് ഒരുപാട് പോയി സംസാരിച്ചു കേട്ടോ. അവരോട് ഒരുപാട് കാരണം നിങ്ങൾ എഴുതി വെച്ചതല്ലേ, നമ്പരും ആധാർ കാർഡിൻ്റെ നമ്പരും എല്ലാം ഇട്ട് കൊടുത്തിയാണ്. കൺഫേം ആയെന്ന് നമ്മൾ വിചാരിച്ചത്, കിട്ടിയെന്ന് തന്നെ വിചാരിച്ചത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ അവർ പറഞ്ഞു വേറെ ആൾ വന്നു കൊടുത്തു എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഒരുപാട് അല്ലനെ കേട്ടോ. ഒരുപാട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കോഴിക്കോട് ഇനി അന്വേഷിക്കാൻ ഒരിടയില്ല. ഓട്ടോ വിളിച്ച് നമ്മൾ എവിടെയൊക്കെ പോകാം അവിടെ എല്ലായിടത്തും പോയി. അങ്ങനെ പിന്നെ അവസാനം ലാസ്റ്റ് നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് ഇരിക്കാൻ രാവിലെ ആകുമ്പോഴത്തേനും ആരെങ്കിലുമൊക്കെ വെക്കേറ്റ് ചെയ്യുമ്പോഴത്തേനും റൂം കിട്ടുമെന്ന് പറഞ്ഞ് എന്നിട്ട് ലാസ്റ്റ് എടുത്ത് പോയതാണ് കേട്ടോ. അവിടെ പോയപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടി കേട്ടോ റൂം. പിന്നെ കണ്ട് ഞങ്ങൾ കുറച്ച് നേരം കിടന്ന് വാങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റ് ഓരോരുത്തരായിട്ട് എഴുന്നേറ്റ് കുളിച്ച് ഒരുങ്ങായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ആദ്യമേ പോയി കുളിച്ച് ഒരുങ്ങി, പിന്നെ അതിന് അണ്ണനും പോയി കുളിച്ച് ഒരുങ്ങിയിട്ടൊക്കെ ഞങ്ങളിവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അവർ രണ്ടുപേരും കുറേ താമസിച്ചു കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും ഒരുങ്ങിയിട്ട് അവരെ നോക്കി കേട്ടോ ഇരുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ.
അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് വിശന്ന് ഞങ്ങൾ പിന്നെ ദാണ്ടെ ബസ്സിൽ ഇരുന്ന് കഴിച്ചതിൻ്റെ ബാക്കി പലഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനും അണ്ണനും കൂടി ഇരുന്ന് കഴിച്ചു കേട്ടോ. എന്നിട്ട് കണ്ട് ചുമ്മാ വെളിയിലോട്ടൊന്ന് വാങ്ങി നോക്കാമെന്ന് പറഞ്ഞ് വെളിയിലോട്ടൊക്കെ രാത്രി നമ്മൾ വന്നപ്പോൾ കണ്ടതാട്ടോ. നമ്മളൊക്കെ റൂം കിട്ടിയപ്പോൾ ഒരു 6 മണി ആ ടൈം എങ്ങാണ്ടായി. പിന്നെ നമ്മൾ ഇപ്പോഴാണ് വെളിയിലോട്ട് ഇറങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ജസ്റ്റ് ചുമ്മാ എല്ലായിടും ഒന്ന് നോക്കുമായിരുന്നു ഇങ്ങനെ വെളിയിലോട്ട്. അങ്ങനെ താണ്ട് ഞങ്ങളെല്ലാവരും ഒരുങ്ങി പിന്നെ താണ്ട് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങുവാണ് കേട്ടോ. ഞങ്ങൾ എവിടെയാണ് പോകുന്നതെന്നുള്ളത് നമുക്ക് അവിടെ പോകുമ്പോൾ കാണാം കേട്ടോ. അങ്ങനെ താണ്ട് ഞങ്ങളെല്ലാവരും ഒരുങ്ങി പോകാനുള്ള സ്ഥലത്തോട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ. അങ്ങനെ പിന്നെ അവിടെ ഹോസ്പിറ്റലായതുകൊണ്ട് അവിടെ തന്നെ ഓട്ടോ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഓട്ടോ വിളിച്ചിട്ട് ടൗണിലോട്ട് പോകായിരുന്നു കേട്ടോ. കോഴിക്കോട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അങ്ങോട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. നമ്മൾ കുറച്ച് ബീച്ച് ഭാഗത്തായിട്ട് നമുക്ക് റൂം കിട്ടിയത്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് കുറച്ച് ഇങ്ങനെ വരാനുണ്ടായിരുന്നു. അത് നമ്മൾ സ്റ്റാൻഡിൻ്റെ അവിടെ എത്തി കേട്ടോ. അങ്ങനെ കണ്ട് അണ്ണ അവരെ കോണ്ടാക്ട് ചെയ്യുമായിരുന്നു കേട്ടോ. നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളത് നമ്മൾ അവരെ വിളിച്ച് ചോദിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവരോട് ചോദിച്ചു. അങ്ങനെ നമ്മൾ കണ്ട് അപ്പുറത്തെ സൈഡിലോട്ട് പോകണം കേട്ടോ. അങ്ങനെ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. നമ്മുടെ അവിടെ എങ്ങും റോഡ് ക്രോസ് ചെയ്യാനായിട്ടുള്ള ഈ ഒരു സെറ്റപ്പൊന്നും ഇല്ല കേട്ടോ. നമ്മൾ വേണമെങ്കിൽ അവിടെ കാത്ത് കെട്ടി നിന്ന് വണ്ടിയെല്ലാം പോയിട്ട് വേണേൽ ക്രോസ് ചെയ്യണം കേട്ടോ. പക്ഷേ ഇതെനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം അതുകൊണ്ട് തന്നെ കുറേ അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുമല്ലോ. അങ്ങനെയാണ്ട് ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞിട്ട് പോവാണ് കേട്ടോ. പിന്നെ നമ്മൾ വിചാരിച്ചു എന്നാൽ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് കയറാമെന്ന് വിചാരിച്ചു. കാരണം ഇപ്പോൾ തന്നെ 11:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിനി അവിടെ കയറിയിട്ട് ഇറങ്ങുമ്പോഴത്തേന് ഉച്ചയൊക്കെ കഴിയും, താമസമുണ്ട് കേട്ടോ. അന്നേരം കഴിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് വെച്ചു. കാരണം നമ്മൾ നൈറ്റ് കഴിച്ചിട്ട് 8:30 മുമ്പെങ്ങാണ്ട് നമ്മൾ നൈറ്റ് കഴിച്ചിട്ട് കയറിയതാണ്. നമ്മൾ സ്നാക്സ് മേടിച്ച് വെച്ചെങ്കിൽ നമ്മളങ്ങനെ കഴിച്ചിട്ടൊന്നുമില്ല, വെള്ളം മാത്രം കുടിച്ചതേ ഉള്ളൂ. അപ്പം 11:30 ആവുകയും ചെയ്തു. എന്തായാലും കഴിച്ചിട്ട് അങ്ങോട്ട് കയറാം. നമുക്ക് വിശപ്പൊന്നും ഇല്ലായിരുന്നു, എന്നാലും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ കഴിക്കാനൊരു കട തപ്പി നടക്കുമായിരുന്നു. അങ്ങനെ ഒരു കട കണ്ടുപിടിച്ചു. അതിനാൽ ഞങ്ങൾ കഴിക്കാനായിട്ട് കയറി ഗൈസ്. ഇത് പിന്നെ മസ്റ്റാണല്ലോ. നമ്മൾ കണ്ണാടി കണ്ടു കഴിഞ്ഞാൽ ഒരു ഫോട്ടോ ഒരു വീഡിയോ എടുക്കുക എന്നുള്ളത് നമുക്ക് അതൊരു ചടങ്ങായി പോയല്ലോ. എന്നിട്ട് കൈ കഴുകുവാണ് കേട്ടോ, ഒരു ആഡംബരത്തിന് വേണ്ടി. പിന്നെ ഞങ്ങളെല്ലാം കൈ കഴുകി വന്നിരുന്ന് എന്ത് കഴിക്കണം എന്നുള്ളൊരു ആലോചനയിലായിരുന്നു കേട്ടോ. പിന്നെ അവസാനം അവിടെ അപ്പവും ഇടിയപ്പവും പൊറോട്ടയൊക്കെ ഉള്ളായിരുന്നു. എന്നാൽ പിന്നെ പൊറോട്ട കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേനും ഒരാൾക്ക് വീഡിയോ ഒന്നും എടുക്കരുത് എന്ന് പറഞ്ഞിട്ട് മുഖമൊക്കെ പൊത്തിയിരിക്കുകയായിരുന്നു കേട്ടോ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ അവിടെ വന്നു കഴിഞ്ഞാൽ ആരും മൈൻഡ് ചെയ്യത്തില്ല. കഴിക്കാൻ എന്ത് വേണമെന്ന് ചോദിച്ചിട്ട് കഴിക്കാൻ തന്നിട്ട് പോകും. ഇത് വന്നപ്പോഴേ നമുക്ക് കുടിക്കാനൊക്കെ വെള്ളമൊക്കെ കൊണ്ടുവച്ചായിരുന്നു കേട്ടോ. പിന്നെ അവിടുത്തെ പൊറോട്ട അത് നല്ല ഒരെണ്ണം കഴിച്ചാൽ മതി, നമ്മുടെ വയറ് നിറയും. കാരണം നമ്മുടെ ഇവിടെ നിന്നൊക്കെ പത്തനാപുരത്ത് നിന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു പൊറോട്ടയാണ്, എന്നാൽ 10 രൂപയാണ്. ഇത് 10 രൂപയേ ഉള്ളൂ. എന്നാൽ നല്ല അത്യാവശ്യം വലിയ ഒരെണ്ണം കഴിച്ചപ്പോൾ എൻ്റെ വയറ് നിറഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ അവിടെ ബാക്കി വെച്ചിട്ട് വരുമായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മളിതാ ഇവിടെ എത്തി ഗൈസ്. ഇതാണ് ഞങ്ങൾ പറഞ്ഞ സ്ഥലം. ഇവിടാണ് കേട്ടോ ഞാൻ വന്നത്. അപ്പോൾ ഞാൻ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, ഞാൻ ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു, നമ്മുടെ ഫസാ ബുട്ടീക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടുത്തേനുള്ള സാധനം എടുക്കാനാണ് കേട്ടോ ഞാൻ വന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് ഇപ്പം നമ്മുടെ മിക്കുള്ള എല്ലാവരും സാധനം എടുക്കുന്നത് ഇവിടെ നിന്നാണ്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇതിനെപ്പറ്റി നല്ല കമൻസ് ആണ് ഉള്ളത്. നല്ല മെറ്റീരിയൽ, നല്ല ക്വാളിറ്റിയിലുള്ള സാധനം കേട്ടോ ഇവിടെ നിന്ന് ഇവർ കൊടുക്കുന്നത്. അങ്ങനെ പിന്നെ ഈ ഷോപ്പിനെ പറ്റി അന്വേഷിച്ചപ്പോൾ കൂടുതലും നല്ല തന്നെയായിരുന്നു കേട്ടോ. അത് നമ്മൾ അവരെ വിളിച്ച് പറഞ്ഞിട്ടൊക്കെയാണ് കേട്ടോ നമ്മൾ വന്നത്. അങ്ങനെയാണ് ഞങ്ങൾ അവിടെ എത്തി കേട്ടോ. അങ്ങനെ നമുക്കുള്ള സാധനം ഇവിടെ അല്ല കേട്ടോ, മേലിലാണ്. അങ്ങനെ ഞങ്ങളിതാ മേലോട്ട് നടന്നുകൊണ്ടിരിക്കുക. നിങ്ങളിപ്പോൾ വിചാരിക്കുക ഇവിടെ ആണെന്ന്. ഇവിടെയല്ല ഗൈസ്, മേലിലാണ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും മേലോട്ട് പോവുക. ഞങ്ങളെന്തായാലും ഒരു സൺഡേയാണ് പോയത്, അതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അതെന്തായാലും നന്നായി. കാരണം വലിയ തിരക്കില്ലാത്തതുകൊണ്ട് നമുക്ക് വലിയ പാടില്ലായിരുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തി. ഞങ്ങൾ അങ്ങോട്ട് പോവാണ് കേട്ടോ.
പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവിടുന്ന് തന്നെ എടുത്തിട്ട് നമ്മൾ പിന്നെ അവിടുന്ന് ഇറങ്ങി കേട്ടോ. അത്യാവശ്യം നല്ല കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ സാധനമൊക്കെ എടുക്കുന്നതിനിടയ്ക്ക് പിന്നെ നമ്മളവിടെ പോയിട്ട് പിന്നെ അറിയാമല്ലോ ഫുൾ തിരക്കായിരുന്നു. സാധനമൊക്കെ നോക്കി പിന്നെ അതിൻ്റെ ബില്ല് ചെയ്യലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അങ്ങനെ സാധനങ്ങളൊന്നും ഞങ്ങൾ കൊണ്ടുപോകുന്നില്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് അവർ സാധനം അയച്ചു തരും. അപ്പോൾ പിന്നെ ആ ഒരു ടെൻഷൻ ഒഴിവായി കിട്ടിയല്ലോ. അങ്ങനെ പിന്നെ സാധനം നമുക്ക് എന്തായാലും വീട്ടിലെത്തിക്കും. അങ്ങനെ ഉണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പോവാണ് കേട്ടോ. സെലക്ട് ചെയ്യലും എടുക്കലും ബില്ലിങ്ങും ഒക്കെ പെട്ടെന്ന് കഴിഞ്ഞ പോലെ തോന്നി കേട്ടോ. കാരണം അത് ഇവരും കൂടെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ അത് നടന്നത്. ഞാൻ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കത്തില്ലായിരുന്നു. ഇവരും കൂടി ഉള്ളതുകൊണ്ട് നമുക്കത് സപ്പോർട്ട് ചെയ്യാനും ഒന്ന് സെലക്ട് ചെയ്യാനായാലും കാര്യങ്ങളൊക്കെ നോക്കാനായാലും അണ്ണനുള്ളതുകൊണ്ട്, പ്രത്യേകിച്ച് അണ്ണനില്ലാതെ ഞങ്ങൾ പെട്ടുപോയേനായിരുന്നു. കാരണം എന്ന് വെച്ചാൽ അണ്ണൻ ഇതിനു മുമ്പ് ഇവിടെ ജോലിയുടെ ആവശ്യത്തിന് പോയിട്ടുള്ളതും നിന്നിട്ടുള്ളതൊക്കെ ആയതുകൊണ്ട് അണ്ണനോട് നല്ലോണം അറിയാം. ഇനിയിപ്പോൾ അറിയത്തില്ലെങ്കിൽ തന്നെയാണ് നമുക്ക് സെറ്റാക്കാടി, അത് ശരിയാവും, നമുക്ക് സെറ്റാക്കി എടുക്കാം നോക്കാം എന്നുള്ളൊരു ആ ഒരു വൈബാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് നല്ലോണം പോയി സേഫായിട്ട് പോയിട്ട് വരാൻ. ഞങ്ങളുണ്ടെങ്കിലും അണ്ണനാണ് കൂടുതൽ സംസാരിക്കുക, എടുക്കുക, എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുകയൊക്കെ ചെയ്ത അണ്ണനാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സേഫായിട്ട് പോയിട്ട് വരാൻ പറ്റി. പിന്നെ രണ്ടെണ്ണം കൂടി ബംഗാളി ചേട്ടൻ്റെ ബാഗ് കണ്ടപ്പം അത് വേണം, സാധനമൊക്കെ വാങ്ങിച്ചിട്ട് ഇതിൻ്റെ അകത്ത് കൊണ്ടുപോകാമല്ലോ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ആ ബാഗ് മേടിക്കാൻ വേണ്ടി പോകുമായിരുന്നു കേട്ടോ. അങ്ങനെ രണ്ടാളും ബാഗൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അവസാനം ബാഗ് നിൽക്കുന്ന ലക്ഷണമൊന്നും കണ്ടില്ല. രണ്ടുപേരും വെയിലത്തുനിന്ന് മാറ്റി നിർത്തിയതിന് ശേഷം അവിടെ ഇരുന്ന് കാര്യമായിട്ട് ബാഗുകൾ മൊത്തം നോക്കുമായിരുന്നു. നോക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് മൊത്തം വാങ്ങിക്കുന്ന ലക്ഷണമാണ്. പാവം ആ ചേട്ടൻ കരുതിക്കാണ് ഇവിടെ ഈ നോട്ടകം കണ്ടപ്പോൾ ഇന്നൊരു 4-5 പോകുമെന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ ഇങ്ങനെയൊക്കെ കാര്യമായിട്ട് നോക്കാൻ വേണ്ടിയിട്ട് ബാഗുകൾ കൊടുക്കുകയും ചെയ്യുന്നത്. അങ്ങനെ 2 ബാഗൊക്കെ മേടിച്ചിട്ടോ. ഇനി അവിടെ നിന്ന് തന്നെ ശരിയാവത്തില്ലെന്ന് മനസ്സിലായി. ഞങ്ങൾ നേരെ ഇതാ ഫുഡ് അടിക്കാൻ പോവാം. കോഴിക്കോട് വരാനായിട്ട് കോഴിക്കോട് ബിരിയാണി കഴിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ എന്തായാലും ബിരിയാണി കഴിക്കാമെന്ന് വെച്ചിട്ട് റഹ്മത്തിലെ ബിരിയാണി കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അവിടെ വന്നപ്പം ഗൈസ് ഞെട്ടിപ്പോയി. ഞങ്ങൾ നിന്ന് തിരിയാനുള്ള സ്ഥലമില്ലായിരുന്നു ഗൈസ്, അമ്മാതിരി തിരക്കായിരുന്നു. അണ്ണൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കിട്ടാൻ ചാൻസ് ഇല്ല, കാരണം ഇത്ര സമയം അതുകൊണ്ട് അവിടെ ഭയങ്കര തിരക്കായിരിക്കും, പോയാൽ നമുക്ക് കിട്ടുമെന്നുള്ള ഒരു ഉറപ്പില്ലാഞ്ഞിട്ട് നമ്മൾ പോയതാട്ടോ. പക്ഷേ അണ്ണൻ പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. കാരണം എനിക്ക് അവിടെ പോയപ്പോൾ ഒരു കല്യാണത്തിന് പോയ ഫീലായിരുന്നു. സാധാരണ നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ക്യൂ നിന്ന് ഫുഡ് കഴിക്കുന്നത്, ആ ഒരു ഫീലായിരുന്നു എനിക്ക്. കല്യാണം ഒരു ഓഡിറ്റോറിയത്തിൽ പോയൊരു ഫീലായിരുന്നു. അത്രയും ടേസ്റ്റി ഫുഡ് ആയതുകൊണ്ടാണല്ലോ ഇമാതിരി ആൾക്കാർ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്, ആൾക്കാർ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അരമണിക്കൂർ സമയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ര നേരം വെയിറ്റ് ചെയ്യാനുള്ള ടൈം ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് ആലോചനയിലായിരുന്നു, വെയിറ്റ് ചെയ്യണോ അതോ വേറെ എവിടെ നിന്നെങ്കിലും ഫുഡ് കഴിക്കണോ. ഞായറാഴ്ചയും കൂടി ആയതുകൊണ്ട് നമുക്ക് വേറെ അവിടെ അങ്ങനെ വലിയ കടകളൊന്നും അധികം ഇല്ലായിരുന്നു. അപ്പം ഞങ്ങളിതാ ഇങ്ങനെ നോക്കിയപ്പോൾ അവിടെ ഒരു കട കണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ട് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോവാണ് കേട്ടോ. പക്ഷെ പോയി കഴിഞ്ഞിട്ട് ട്വിസ്റ്റ് ഉണ്ട് ഗൈസ്, നമുക്ക് കാണാം. പക്ഷെ ഇവിടുത്തെ തിരക്ക് കൂടി വരുന്നുള്ളൂ കേട്ടോ സമയം പോകും തോറും. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഈ സമയമൊക്കെ ആകുമ്പോൾ ഫുഡൊക്കെ കഴിയേണ്ട സമയം വരും, നമ്മൾ പോയി ചോദിക്കുമ്പോഴത്തേനും കഴിഞ്ഞു എന്ന് പറയേണ്ട സമയം വരും. പക്ഷേ അവിടെ തിരക്ക് കൂടി വരുന്നുള്ളൂ കേട്ടോ. അതായത് ആ കാണുന്ന ഹോട്ടലിൽ എന്തോ അണ്ണൻ പേര് പറഞ്ഞു കേട്ടോ, നമ്മളത് കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അത് കഴിക്കാമെന്ന് പറഞ്ഞാൽ വലിയ കുറേ എക്സ്പെക്റ്റ് ചെയ്ത് ആ രണ്ടാളും കൂടി പോവാം കേട്ടോ അതും കഴിക്കാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ പോയപ്പോൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ കട പണിയുന്നേ ഉള്ളൂ ഗൈസ്, തുടങ്ങിയിട്ടില്ല ഇതുവരെ. ഞങ്ങളാകെ ചമ്മിപ്പോയി. പിന്നെ ഞങ്ങൾ വീണ്ടും ടൗണിലോട്ട് വന്നതാണ് ഈ കാണുന്ന ഹോട്ടലിലോട്ട് വന്നിട്ട്. ഇതും അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു ഹോട്ടൽ തന്നെയാണ് അവിടുത്തെ. അങ്ങനെ തന്നെ ഞങ്ങൾ അവിടെ വന്നപ്പോഴും സെയിം ഇത് കൂട്ട് തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ. അവിടെ പോയപ്പോൾ കണ്ട കാഴ്ച ഇത് തന്നെ, വെയിറ്റിങ്ങിലാണ് കേട്ടോ ആൾക്കാർ. ഇവിടെയും വെയിറ്റ് നിൽക്കേണ്ടി വരുമല്ലോ എന്നൊക്കെ ആലോചിച്ച് സമയം പോകുമല്ലോ, ഇനി വേറെ കടയിൽ പോകണോ, എങ്കിൽ പിന്നെ അവിടെ തന്നെ വെയിറ്റ് ചെയ്താൽ പോരായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അവർ നമ്മളോട് ചോദിച്ചു എത്ര പേരുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ 4 പേരായിരുന്നു. അപ്പോൾ 4 പേരെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഭാഗ്യത്തിന് ഇവിടെ 4 പേര് ഫുഡ് കഴിച്ചിട്ട് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് പിന്നെ അവിടെ സീറ്റ് കിട്ടി കേട്ടോ. അപ്പോൾ നമ്മളിത് അങ്ങോട്ട് പോവാം. അങ്ങനെ ഫൈനലി ഫുഡിന് വേണ്ടി കുറേ കിടന്ന് അലഞ്ഞ് അവസാനം ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ സീറ്റ് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. ഇങ്ങനെ കുറേ അലഞ്ഞതിൻ്റെ ക്ഷീണമാണ് കേട്ടോ ഞങ്ങളുടെ മുഖത്തൊക്കെ കിടന്ന് കാണാൻ. നല്ല വെയിലായിരുന്നു അവിടെ,
നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ ആ വെയിലത്ത് ഫുള്ള് അലഞ്ഞതിൻ്റെ ഒരു ഇതാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഫുഡ് കഴിക്കാൻ വിശപ്പില്ലായിരുന്നു, വിശപ്പൊട്ടും ഇല്ലായിരുന്നു, ദാഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് പിന്നെ 4 ബിരിയാണി ഞങ്ങൾ പറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് പറ്റിപ്പോയി, അബദ്ധം 2 എണ്ണം പറഞ്ഞാൽ മതിയായിരുന്നു. കാരണം ഞങ്ങൾക്ക് ആർക്കും വിശപ്പില്ലായിരുന്നു. ഞങ്ങൾ 4 പേരും അവിടെ ബാലൻസ് വെച്ചിട്ട് വരുമായിരുന്നു കേട്ടോ. ഞങ്ങളുടെ മുഖം കണ്ടാൽ അറിയായിരിക്കും, ഞങ്ങൾ നല്ല രാവിലത്തെ ആ ഒരു ഉന്മേഷമൊന്നും ഞങ്ങളുടെ മുഖത്തില്ല. പിന്നെ എങ്ങനെയൊക്കെയോ ഞങ്ങൾ കഴിച്ച് പറ്റുന്നത്രയൊക്കെ കഴിച്ചിട്ട് ബാലൻസ് അവിടെ വെച്ചിട്ട് തിരിച്ച് പോവാം കേട്ടോ. കാരണം നൈറ്റും നമ്മളൊന്ന് കിടന്നിട്ടില്ല, ഉറങ്ങിയിട്ടില്ല. റൂം കിട്ടി, അതിന് കുറേ കിടന്ന് നമ്മൾ അലഞ്ഞു. പിന്നെ കിട്ടിക്കൊണ്ട് നമുക്കൊന്നും മര്യാദയ്ക്ക് കിടക്കാൻ പറ്റിയില്ല. കാരണം നമുക്ക് അങ്ങോട്ടത്തേക്ക് സമയത്തിന് പോകണമല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് ഒഴിഞ്ഞ് ഇറങ്ങി വന്നതല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ ക്ഷീണം നല്ലോണം കൊണ്ടായിരുന്നു. ഇപ്പം ഞങ്ങളിവിടെ എന്താ ഡിസ്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വലിയൊരു മാറ്റർ തന്നെയാണ് കേട്ടോ. കാരണം നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നേരെ മിഠായി, ഇവിടെ വരെ വന്നിട്ട് നമ്മൾ എവിടെയെങ്കിലും പോയില്ലെങ്കിൽ അത് മോശമാണല്ലോ. അപ്പോൾ നമുക്കൊന്ന് മിഠായി തെരുവിലും പോയി, ബീച്ചിൻ്റെ സൈഡ് തന്നെയായിരുന്നു നമുക്ക് റൂം. അപ്പോൾ അവിടെ നിന്ന് നേരെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബീച്ചിൽ പോയിട്ട് അവിടെ നമുക്ക് റൂമിൽ പോയി നേരെ കിടന്നിട്ട് പോകാമെന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു. പക്ഷെ ഫുഡ് അടിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും മത്ത് പിടിച്ചു പോയി. നമുക്കൊന്ന് കിടന്നാൽ മതി എന്നായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമുക്കെന്നാൽ പോയി കിടന്നിട്ട് കുറച്ച് വെയിലൊക്കെ താന്നതിന് ശേഷം പോയി മിഠായി തെരുവിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളിതാ വീണ്ടും ഓട്ട കയറി റൂമിലേക്ക് വന്നു. കാണുന്ന ബാഗ് ബംഗാളി ചേട്ടൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചത് തന്നെ മിഠായി തെരുവിൽ പോകുമ്പോൾ അവിടുന്ന് സാധനമൊക്കെ കുറേ മേടിക്കണമല്ലോ, മേടിച്ചിട്ട് ബാഗിലൊക്കെ ആക്കിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ 2 എണ്ണവും വാങ്ങിച്ചത്. പക്ഷെ നമുക്ക് പോകാൻ പറ്റിയില്ല. പക്ഷെ നമുക്ക് കുഴപ്പമില്ല, കിടന്നിട്ട് എഴുന്നേറ്റ് നേരം കിടന്നിട്ടൊക്കെ എഴുന്നേറ്റിട്ട് പോകാം. അപ്പോൾ ബാഗും കൊണ്ട് പോയാൽ മതിയല്ലോ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം കിടന്ന ഒരു ക്ഷീണമൊക്കെ മാറിയതിന് ശേഷം നമ്മൾ വീണ്ടും എഴുന്നേറ്റ് അങ്ങോട്ട് പോവാണ് കേട്ടോ. മിഠായി തെരുവിലോട്ടാണ് കേട്ടോ ഇപ്പോൾ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഓട്ടോ വിളിക്കാനായിട്ട് ഓട്ടോ സ്റ്റാൻഡിലോട്ട് പോവായിരുന്നേ. ആ സമയത്താണ് പിന്നെയും ഒരു ചേട്ടൻ ഹോൺ അടിച്ച് വിളിക്കുന്നത്. ചേട്ടന് കാര്യം മനസ്സിലായി. അങ്ങനെ എന്തായാലും ചേട്ടൻ വിളിച്ചല്ലേ എന്ന് കരുതി ചേട്ടൻ്റെ ഓട്ടോയിൽ തന്നെ കയറി ഞങ്ങളിതാ അങ്ങോട്ടേക്ക് പോവായിരുന്നു. അങ്ങനെ നമ്മൾ ഫൈനൽ അവിടെ എത്തി ഗൈസ്. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു മിഠായി തെരുവിൽ വരണം എന്നുള്ളത്. അവിടെ ഭയങ്കര സംഭവം എന്നൊക്കെയായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ കുഴപ്പമില്ല, സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത്യാവശ്യം നമ്മുടെ ഇവിടുത്തെ കൂട്ട് തന്നെ നല്ല റേറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇനി അത് ഞായറാഴ്ച ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നമ്മൾ പോയ സമയത്ത് എല്ലാത്തിനും നല്ല അത്യാവശ്യം നല്ല പൈസയൊക്കെ തന്നെയായിരുന്നു കേട്ടോ. പക്ഷെ നല്ല തിരക്കായിരുന്നു, അതാണ് വിഷയം. ഇനി വെക്കേഷൻ ടൈം ആയതുകൊണ്ട് ആണോയെന്ന് അറിയത്തില്ല, നല്ല തിരക്കായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നടന്നൊരു ചെരുപ്പ് കടയിൽ കയറി നാസിയക്കായ്ക്ക് ഷൂ ഒക്കെ മേടിച്ചിട്ട് നമ്മൾ കുറേ നടന്നതിന് ശേഷം ഒരു 5 രൂപ തൊട്ട് സാധനങ്ങളുള്ള ഒരു കട കണ്ടു. എന്നാൽ പിന്നെ അങ്ങോട്ട് കയറാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ ഫുൾ പർച്ചേസിങ്. ഇവിടെ അതുകൂട്ടി നമുക്ക് നിന്ന് തിരിയാൻ, നമുക്കൊരു സാധനം മര്യാദയ്ക്ക് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അത്രയ്ക്ക് ആളായിരുന്നു കേട്ടോ. പിന്നെ എങ്ങനെയൊക്കെയോ ആ ആളിൻ്റെ ഇടയിൽ നിന്ന് ഞങ്ങൾ 3 ആളും കുറച്ച് സാധനങ്ങളുണ്ട്, വീട്ടിലെല്ലാവർക്കൊക്കെ കൊടുക്കാൻ, നമുക്ക് ഉപയോഗിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ തിരക്കിൻ്റെ ഇടയിൽ നമുക്ക് ഇതൊക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എനിക്കുള്ള സാധനമൊക്കെ ഞാൻ മേടിച്ച് കഴിഞ്ഞ് അവർ രണ്ടുപേരും അവിടെ നിന്ന് സാധനം മേടിച്ചിട്ട് ഇപ്പോഴത്തെ ബാഗ് നോക്കാൻ വേണ്ടിയിട്ട് കയറിയേക്കുവാണ് കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്ന് ബാഗൊക്കെ മേടിച്ച് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഒരുപാടൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തിരക്കാണ് അവിടെ, നമുക്ക് നിന്ന് തിരിയാൻ സ്ഥലമില്ല. അമ്മ അത് നല്ല ആളാണ് കേട്ടോ. വെക്കേഷൻ ടൈമും കൂടി ആയതുകൊണ്ട് നല്ല ആളുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഒരുപാടൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, ഫോണൊന്നും എടുത്ത് നമുക്കങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുന്നൊരു ഇതല്ലായിരുന്നു, അതുകൊണ്ട് ഒരുപാടൊന്നും വീഡിയോ എടുത്തിട്ടില്ല. ഞങ്ങൾ തന്നെ അവസാനം നമുക്ക് ഒരുപാട് ക്ഷീണമൊക്കെ ആയ മതിയായി കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ നല്ല തിരക്കായിരുന്നു, അവിടെ ഭയങ്കര ബ്ലോക്കും ആയിരുന്നു. അങ്ങനെ കുറേ നമ്മൾ ഓട്ടോ നോക്കി നടന്നു, ഓട്ടോ ഒന്നും കിട്ടുന്നില്ലായിരുന്നു ബ്ലോക്കായിട്ട്. അങ്ങനെ പിന്നെ എന്തായാലും നമുക്കിത് അങ്ങോട്ടേക്കുള്ളൊരു ബസ് കിട്ടി കേട്ടോ. അങ്ങോട്ടേക്ക് പോകുന്നൊരു ബസ് ആ ബ്ലോക്കിൻ്റെ ഇടയിൽ നിന്ന് കിട്ടി കേട്ടോ. ലാസ്റ്റ് ബസ്സുമായിരുന്നേ. ബസ്സിൽ കയറിയ കഥയൊന്നും പറയണ്ട ഗൈസ്, നിങ്ങൾ കണ്ടാൽ മനസ്സിലാവുമായിരിക്കും. നല്ല നല്ല തിരക്കായിരുന്നു ബസ്സിലും. മറ്റേ നമ്മുടെ ഫുട്പാത്ത് വരെ ആളായിരുന്നു കേട്ടോ. അങ്ങനെ അടുത്ത് നമ്മൾ ആ ബസ്സിലിരുന്നൊരു അങ്കിളിനോട് ചോദിച്ചപ്പോൾ അവന് ഞായറാഴ്ച ദിവസം ഇവിടെ പൊതുവേ ഇങ്ങനെ തന്നെയാണ്, നല്ല ബ്ലോക്കാണ്, അത്യാവശ്യം നല്ല ബ്ലോക്ക് തന്നെയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളൊരു ഒരു 1 മണിക്കൂറല്ല അതിൽ കൂടുതൽ നമ്മൾ ആ ബ്ലോക്കിൽ കിടന്നു. പതിയെ നമ്മൾ നടക്കുന്നതിനെക്കാട്ടിലും കഷ്ടമായിരുന്നു, അങ്ങനെയായിരുന്നു ബസ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ എങ്ങനെയൊക്കെയോ അവസാനം നമ്മൾ കുറേ ബാക്കിലായിട്ട് ഇറങ്ങി കേട്ടോ. കാരണം ഇങ്ങനെ പോകുന്നതിനെക്കാട്ടും നല്ല നമ്മൾ നടന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് എത്താൻ പറ്റും. അങ്ങനെ പിന്നെ നമ്മൾ കുറേ ബാക്കിലോട്ടായിട്ട് ബസ്സിൽ നിന്ന് ഇറങ്ങി.
അങ്ങനെ നമ്മൾ അവസാനം തപ്പി തപ്പി ബീച്ചിലെത്തി കേട്ടോ. ബീച്ചിലെത്തിയപ്പോൾ കണ്ട കാഴ്ച ഇതായിരുന്നു കേട്ടോ. നമ്മൾ ആദ്യം ഇതേ കണ്ടുള്ളൂ. അപ്പോൾ നമുക്ക് നല്ല സങ്കടമായി കേട്ടോ. കാരണം നമ്മളൊരു കട പോലും കണ്ടില്ല ഗൈസ്. അതായത് ഞങ്ങളുടെ വിഷമം, കടയും ആൾക്കാരും. നമ്മൾ ബീച്ചിൽ പോകുമ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടുന്ന കുറേ ആൾക്കാരും കടകളും അതൊക്കെയാണല്ലോ മെയിൻ. അങ്ങനെ നമ്മൾ കുട്ടീസിന് കൊടുക്കാൻ വേണ്ടി കുറച്ച് കളിപ്പാട്ടമൊക്കെ മേടിച്ചു കേട്ടോ. നമ്മൾ ഫ്രണ്ടിലോട്ട് നടന്നു വന്നപ്പോൾ അവിടെ ആകെ ഒരു കടയെ നമ്മൾ കണ്ടുള്ളൂ. പിന്നെ 2 കടയുണ്ടായിരുന്നു, മറ്റേ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ ഉള്ള കടകൾ. അത് മാത്രമേ നമ്മൾ കണ്ടുള്ളൂ കേട്ടോ. കണ്ടുള്ളായിരുന്നു എന്ന് വേണം പറയാൻ. അങ്ങനെ നമ്മൾ കുറച്ച് ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാം മേടിച്ച് അവിടെ ഇരുന്ന് ആസ്വദിച്ചിരുന്ന് ഞങ്ങളിങ്ങനെ കഴിക്കുകയായിരുന്നു കേട്ടോ. നാസയൊക്കെ അവിടെ എന്തോ കാര്യമായിട്ട് ഇരുന്ന് ആലോചിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളെന്താ മാങ്ങ, ക്യാരറ്റ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഉപ്പിലിട്ട് ക്യാരറ്റ് കഴിക്കുന്നത്. അച്ചാർ കഴിച്ചിട്ടുണ്ട്, ക്യാരറ്റ് ആദ്യമായിട്ടാണ്. പിന്നെ നെല്ലിക്ക. അങ്ങനെ ഞങ്ങളിതാ അതൊക്കെ കഴിച്ചതിന് ശേഷം എന്തായാലും അവിടെ വരെ പോയതല്ലേ, നമ്മൾ കാല് നനയ്ക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ. ബീച്ചിൽ പോയാൽ കാല് നനയ്ക്കണമെന്നാണല്ലോ. അങ്ങനെ ഇതാ കാല് നനയ്ക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാം കേട്ടോ. നല്ല രസമായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ നമ്മൾ പകലൊക്കെ ബീച്ചിൽ പോയിട്ടുണ്ട്, പകലൊരു രാത്രിയൊക്കെ പോയിട്ടുണ്ട് ഫാമിലിയോടൊക്കെ ചേർന്നിട്ട്. നമ്മൾ 1 or 2 നൈറ്റ് പോയിട്ടേ ഉള്ളൂ. ബാക്കി ഫുൾ നമ്മൾ പകലായിരിക്കുമല്ലോ. ഒരു നൈറ്റ്, ഒരു വൈകുന്നേര സമയങ്ങളിലൊക്കെ ആണല്ലോ ബീച്ചിൽ പോകുന്നത്. ആദ്യമായിട്ടാണ് ഇത്രയും പാതിരാത്രി ഒരു 11 മണി സമയത്തൊക്കെ ഞങ്ങൾ തനിച്ച്, അതും ഞങ്ങൾ 4 പേര് ആദ്യമായിട്ടാണ് ഒരു ലോങ് ട്രിപ്പ് ഞങ്ങൾ പോകുന്നത് തന്നെ. അങ്ങനെ ഈ നൈറ്റ് ഈ സമയത്ത് എന്തോ ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു മൈൻഡായിരുന്നു. എന്തൊരു നല്ലൊരു ഭയങ്കര ഹാപ്പിയായിരുന്നു. ഞങ്ങളവിടെ പറയുമായിരുന്നു, എന്തോ അവിടെ പോയി ഇങ്ങനെ നിന്ന സമയത്ത് എന്തൊക്കെയോ മനസ്സിൽ കൂടെ കുറേ ചിന്തകൾ ഇങ്ങനെ പോകുമായിരുന്നു. എന്തോ ഒരു ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു മൈൻഡായിരുന്നു കേട്ടോ. ഞങ്ങളങ്ങനെ പോകാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് നടന്നപ്പോഴാണ് ഗൈസ് കാണുന്നത് കുറേ കടകളും ആൾക്കാരെയൊക്കെ. അവിടെ ആയിരുന്നു ഗൈസ് കടകളും ആൾക്കാരും എല്ലാം. അപ്പോൾ ഞങ്ങൾക്ക് എന്തോ കുറച്ചും കൂടി സന്തോഷം കൂടുതൽ കിട്ടിയൊരു ഇതായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കണ്ട കടകളിൽ നിന്നൊക്കെ സാധനങ്ങളൊക്കെ മേടിച്ച് കഴിക്കുകയൊക്കെ വാങ്ങിക്കുകയൊക്കെ ചെയ്ത്. അങ്ങനെ ഞങ്ങൾ ആ കണ്ട കടയിൽ നിന്ന് ചായയും കല്ലുമ്മക്കായ ബജ്ജിയൊക്കെ കഴിച്ചിട്ട് പോവുകയാണെങ്കിൽ ആദ്യമായിട്ടാണ് കല്ലുമ്മക്കായ കഴിക്കുന്നത്. കൊള്ളായിരുന്നു. പിന്നെ ഇതാ കുറേ സാധനങ്ങളൊക്കെ കൊണ്ട് കയ്യിൽ അതും തൂക്കിക്കൊണ്ട് ഇങ്ങനെ അവിടെ എല്ലാം അടുത്ത് എന്ത് കിട്ടുമെന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ ഐസ്ക്രീം കണ്ടു. അത് മേടിച്ച് കുടിക്കുമായിരുന്നു. അങ്ങനെ അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം കണ്ട് ഗൈസ്, അതും പാനിപ്പൂരി കണ്ട് കഴിഞ്ഞാൽ എങ്ങനെ കഴിക്കേണ്ടി വരും. പിന്നെ നമ്മൾ അതും ഒരു പ്ലേറ്റ് മേടിച്ച് കഴിച്ചിട്ട് ഇങ്ങനെ നടക്കുവാണ് കേട്ടോ. അവിടെ നല്ല തിരക്ക്. സമയം ഒരു 12 മണി എങ്ങാണ്ടാവാറായി കേട്ടോ. ആ സമയത്തുള്ള തിരക്കാണ് കേട്ടോ അവിടെ. അങ്ങനെ പിന്നെ ഈ കാണുന്ന സാധനം അക്കൂന് വേണമെന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ മേടിച്ചു കേട്ടോ അവിടുന്ന്. എന്തിനാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. അവൾക്ക് ആ ബംഗാൾ ചേട്ടൻ്റെ കയ്യിൽ അതിങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഇഷ്ടം തോന്നി. അങ്ങനെ അതും നമ്മൾ മേടിച്ചുകൊണ്ട് വന്നു. അക്കായ്ക്ക് അത് നോക്കി കിളി പോയെന്ന് തോന്നുന്നു. അങ്ങനെ പിന്നെ ഇവിടെ ഒരു ബംഗാളി ചേട്ടൻ്റെ കടയിൽ കമ്മലൊക്കെ കണ്ട്. അങ്ങനെ ഈ ഒരു കമ്മൽ എനിക്ക് ഇഷ്ടപ്പെട്ട് അത് ഞാൻ മേടിച്ച്. അക്ക പിന്നെ 2 കമ്മൽ മേടിച്ചത്. ഈ 2 കമ്മലാണ് നാസയൊക്കെ മേടിച്ചത്. ആ ചേട്ടൻ്റെ കടയിൽ ഒരുപാട് നല്ല കമ്മലുകളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ 2-3 വെച്ച് മേടിച്ചുള്ളൂ, ഒരുപാടൊന്നും മേടിച്ചില്ല. പിന്നെ ഇത് കണ്ടപ്പോൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചേ. പക്ഷേ ഇവർ കുറേ നേരം കൊണ്ട് വന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കുക. അതുകൊണ്ട് നമുക്ക് ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ അങ്ങനെ അതുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോയി ഞങ്ങൾ. ഈ സാധനം കണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇങ്ങനത്തെ ലൈറ്റുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതും കുഞ്ഞു പിള്ളേർക്ക് അങ്ങനത്തെ 2 ഫോണും മേടിച്ചിട്ട് ഞങ്ങളിതാ കഴിക്കാനുള്ളത് നമ്മൾ കഴിക്കുന്നില്ല, അപ്പം മേടിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. റൂമിൽ ചെന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അത് മേടിക്കാൻ വേണ്ടി പോവാണേ. അങ്ങനെ നമ്മളിത് അതും മേടിച്ചുകൊണ്ട് റൂമിലോട്ട് പോവാണ്. നമ്മൾ കഴിച്ചില്ല. കഴിക്കാനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപ്പിലിട്ടതും ചായയും കടിയും ഒക്കെ കഴിച്ചിട്ട് നമ്മൾ കഴിക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നു. നമ്മൾ റൂമിൽ പോയി ബാക്കി സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് കിടക്കാൻ നേരം ഇങ്ങനെ കഴിക്കാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ നമ്മളിത് അതും കൊണ്ട് നേരെ റൂമിലോട്ട് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ അടുത്ത്. അങ്ങനെ നമ്മൾ നമ്മുടെ റൂമിലെത്തിയിട്ട് പിന്നെ പോവാം എന്നുള്ളൊരു ഇത് വന്നപ്പോഴത്തേന് എന്തോ ഒരു മിസ്സിങ് തോന്നുന്നു കേട്ടോ. കാരണം ഒറ്റ നൈറ്റ് കൊണ്ടിട്ട് ആ സ്ഥലത്തിനോട് എന്തോ ഒരു ഇഷ്ടം തോന്നി. അങ്ങനെ പിന്നെ കുറച്ച് നേരം വെളിയിലൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുമായിരുന്നു. അവിടെയൊക്കെ ഇങ്ങനെ നോക്കി എന്തോ ഒരു വരണം എന്ന് തോന്നിയില്ല. കാരണം ഒറ്റ ദിവസം തികച്ച് അവിടെ നിൽക്കാൻ പറ്റിയില്ല.
കോഴിക്കോട് ഫുള്ള് നമുക്കൊന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വിഷമങ്ങളുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മേടിച്ച സാധനമൊക്കെ വെളിയിലിരിക്കുകയായിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്തുകൊണ്ട് വന്ന് നമ്മൾ ബാഗിലൊക്കെ എടുത്ത് വെക്കാമെന്ന് പറഞ്ഞാൽ അതൊക്കെ എടുത്ത് വെക്കുമായിരുന്നേ. ഇതെല്ലാം കുഞ്ഞു പിള്ളേർക്ക് മേടിച്ച സാധനമായിരുന്നു. കാരണം അവർ നമ്മളെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടത് തന്നെ തിരിച്ചു വരുമ്പോൾ കുറേ കളിപ്പാട്ടങ്ങൾ മേടിച്ചുകൊണ്ട് വരണേന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ കുറച്ച് നമ്മൾ മേടിച്ച്. പിന്നെ ഇതെല്ലാം ഞങ്ങൾക്ക് മൂന്നാൾക്ക് മേടിച്ച സാധനങ്ങളാണ്. അതൊക്കെ ഞങ്ങൾ മൂന്നാളും ഞങ്ങളുടെ ബാഗിലൊക്കെ ആയിട്ട് എടുത്ത് മാറ്റി വയ്ക്കുമായിരുന്നേ. ഇതൊക്കെ എടുത്ത് വെച്ച് കുളിച്ച് കഴിച്ച് ഞങ്ങൾ കിടന്നപ്പോൾ തന്നെ 3 മണിയായി കേട്ടോ. 5 മണിക്കാണ് നമുക്ക് റൂം വെക്കേറ്റ് ചെയ്യേണ്ടത്. 5:15 നമ്മൾ ബസ് ബുക്ക് ചെയ്തേക്കുന്നത്. അങ്ങനെ നമ്മൾ 4 മണിക്ക് എഴുന്നേറ്റിട്ട് എല്ലാവരും ഒരുങ്ങി റെഡിയായിട്ട് ദാണ്ട് 5 മണിക്ക് മുമ്പ് തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഞങ്ങൾ 1 മണിക്കൂർ പോലും തികച്ച് കിടന്ന് ഉറങ്ങിയിട്ടില്ലെന്നാണ് തോന്നുന്നത് കേട്ടോ. കാരണം നമ്മൾ 3 മണിയായി കിടന്നപ്പോൾ എല്ലാമൊക്കെ എടുത്തു വെച്ചു കുളിച്ച് കഴിച്ച് ഒക്കെ കിടന്നപ്പോൾ ഒരു 3 മണിയായി. നമ്മൾ അവിടെ നിന്ന് വന്നപ്പോൾ തന്നെ 1 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ 4 മണിക്ക് തന്നെ അലാറം വെച്ച് നമ്മൾ എഴുന്നേറ്റു. കാരണം ബസ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാടാം ഇങ്ങോട്ടത്തേക്ക് വരാൻ. പിന്നെ അണ്ണന് ജോലി ഉള്ളതുകൊണ്ട് ഇല്ലെങ്കിൽ നമ്മൾ ഒരു ദിവസം കൂടി ഇവിടെ തങ്ങിയിട്ടൊക്കെ വരത്തുള്ളായിരുന്നു. നമ്മൾ താക്കോലൊക്കെ കൊടുത്തിട്ട് ഓട്ടോ തപ്പി നടക്കുകയാണ്. ഈ സമയമായതുകൊണ്ട് ഓട്ടോ കിട്ടാൻ പാടാണ്. അതിന് ഓട്ടോ നോക്കി നടക്കുമായിരുന്നു. അവിടുത്തെ ജംഗ്ഷനിൽ ഒന്ന് കുറേ നേരം നിന്നതിന് ശേഷമാണ് കേട്ടോ നമുക്ക് പിന്നെ ഓട്ടോ കിട്ടിയത്. അങ്ങനെ പിന്നെ നമ്മളിത് ആ ഓട്ടോയ്ക്ക് സ്റ്റാൻഡിലോട്ട് നേരെ പോവുകയാണ്. അങ്ങനെ പിന്നെ നമ്മൾ സ്റ്റാൻഡ് അവിടെ എത്തി സ്റ്റാൻഡിലോട്ട് പിന്നെ നടന്നു പോവുകയാണേ. എനിക്ക് പിന്നെ ഉറങ്ങാൻ പറ്റാത്തതിൻ്റെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ടായിരുന്നു. നമുക്ക് പിന്നെ ബസ്സിൻ്റെ സമയം 5:15 പറഞ്ഞത്. പക്ഷേ ബസ് വന്നപ്പോഴത്തേന് 5:45 കേട്ടോ. നമ്മൾ പിന്നെ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു ബസ് നോക്കി. അങ്ങനെ പിന്നെ ബസ് വന്നു കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ബസ് തന്നെയാണോ നമ്മൾ കൺഫേം ചെയ്യുമായിരുന്നേ. പിന്നെ നമ്മളത് കഴിഞ്ഞിട്ട് നമ്മൾ ബുക്ക് ചെയ്ത ബസ് തന്നെയായിരുന്നു. നമ്മൾ പിന്നെ കയറി സീറ്റിലൊക്കെ ഇരുന്നു. അങ്ങനെ പിന്നെ എന്താ നമ്മൾ കോഴിക്കോടിനോട് വിട പറഞ്ഞു കേട്ടോ. എന്തോ ഒരു വിഷമം തന്നെയായിരുന്നു അവിടെ നിന്ന് വന്നപ്പോൾ. ഒരു വല്ലാത്തൊരു സങ്കടം തന്നെ ആയിരുന്നു. ബസ്സിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കിയില്ല. പിന്നെ കണ്ണും അടച്ച് കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ച്. ഉറങ്ങാത്തതിൻ്റെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കണ്ണുവേദന, തലവേദന, അങ്ങനെ പല വേദനകളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ച് ഒന്ന് ഉറങ്ങി എണീച്ചപ്പോഴത്തേക്കും നേരം വെളുക്കുകയും ചെയ്തു. പിന്നെ ഇത് ഏതാ സ്ഥലമൊന്നും അറിയത്തില്ലായിരുന്നു. നല്ല ബ്ലോക്കൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് പിന്നെ നമ്മൾ കഴിക്കാനുള്ള ചായ കുടിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കഴിക്കാൻ പിന്നെ ബ്ലോക്ക് കാരണം ഒരു കട കിട്ടിയപ്പോഴത്തേനും ബ്ലോക്കെല്ലാം കഴിഞ്ഞൊരു കട കിട്ടിയപ്പോൾ 3:30 ആയി കേട്ടോ. പിന്നെ അങ്ങനെ കഴിക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. അതിനുള്ളൊരിതൊന്നും ഇല്ലായിരുന്നു. അതിന് ലാസ്റ്റ് നമ്മൾ പത്തനാപുരം സ്റ്റാൻഡ് എത്തി ഗൈസ്. നമ്മൾ പത്തനാപുരം എത്തിയിരിക്കുന്നു. അങ്ങനെ അവർ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അണ്ണനും അക്കായും അവരുടെ വീട്ടിലോട്ട് പോവാണ്. ഞങ്ങൾ രണ്ടുപേരും നമ്മുടെ വീട്ടിലോട്ടും പോവാണേ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ കോഴിക്കോട് പോയി വന്നിട്ടുള്ള വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.